മോഹൻലാൽ, അൻവർ റഷീദ് ടീമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം 'ഛോട്ടാ മുംബൈ' പുത്തൻ സാങ്കേതികവിദ്യയുടെ അകമ്പടിയോടെ റീ റിലീസിന് ഒരുങ്ങുകയാണ്. ജൂൺ 6-നാണ് ചിത്രം ബിഗ് സ്ക്രീനിൽ എത്തുന്നത്. വമ്പൻ ആഘോഷങ്ങളാണ് സിനിമയുടെ റീ റിലീസുമായി ബന്ധപ്പെട്ട് ആരാധകർ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോഴിതാ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യ ദിനം ചിത്രം റീ റിലീസ് റെക്കോർഡുകൾ തകർക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മോഹൻലാലിന്റെ മുമ്പ് പുറത്തിറങ്ങിയ 3 റീ റിലീസുകൾക്കും മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. സ്ഫടികം, മണിച്ചിത്രത്താഴ്, ദേവദൂതൻ എന്നീ സിനിമകളാണ് ഇതിനു മുമ്പ് പുറത്തിറങ്ങിയ മോഹൻലാൽ സിനിമകൾ. ഈ 3 റിലീസുകൾക്കും വമ്പൻ വരവേൽപ്പാണ് ലഭിച്ചത്. ഭദ്രൻ ഒരുക്കിയ സ്ഫടികം പുത്തൻ സാങ്കേതിക മികവോടെ തിരിച്ചെത്തിയപ്പോൾ ആദ്യ ദിനം 77 ലക്ഷമായിരുന്നു നേടിയത്. ഏകദേശം 4 കോടിയോളമാണ് സിനിമയുടെ റീ റിലീസ് തിയേറ്ററിൽ നിന്നും വാരിക്കൂട്ടിയത്. ആദ്യത്തെ റിലീസിൽ ബോക്സ് ഓഫീസിൽ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാതെ പോവുകയും എന്നാൽ പിന്നീട് പ്രേക്ഷക പ്രിയങ്കരമാവുകയും ചെയ്ത സിനിമയായിരുന്നു സിബിമലു സംവിധാനം ചെയ്ത ദേവദൂതൻ. രണ്ടാം വരവിൽ ഗംഭീര അഭിപ്രായമാണ് സിനിമ നേടിയത്. മികച്ച വരവേൽപ്പ് ലഭിച്ച സിനിമയ്ക്ക് ആദ്യ ദിനം നേടാനായത് 50 ലക്ഷമായിരുന്നു. 5.4 കോടിയാണ് ആഗോളതലത്തിൽ സിനിമയുടെ ഫൈനൽ കളക്ഷൻ. ശബ്ദമിശ്രണത്തിൽ തികവ് വരുത്തിയതും സിനിമയിൽ ചെയ്ത ഭാഗങ്ങൾ വെട്ടി 34 മിനിറ്റ് ചുരുക്കിയതുമൊക്കെ മാറ്റങ്ങൾ വരുത്തി പുതിയ സിനിമ പോലെ തന്നെയാണ് ചിത്രം പുറത്തിറങ്ങിയത്. ഫാസിലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ മണിച്ചിത്രത്താഴ് 2024 ആഗസ്റ്റ് 17-നാണ് റീ റിലീസ് ചെയ്തത്. ആദ്യ ദിനം 50 ലക്ഷം സ്വന്തമാക്കിയ സിനിമയുടെ ഫൈനൽ റിലീസ് കളക്ഷൻ 4.71 കോടിയായിരുന്നു. ഈ കളക്ഷനൊക്കെ ഛോട്ടാ മുംബൈ മറികടക്കേണ്ടത്. അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കുമ്പോൾ മികച്ച പ്രതികരണമാണ് ഛോട്ടാ മുംബൈക്ക് ലഭിക്കുന്നത്. തിരുവനന്തപുരം ഏരിയ എക്സ്പ്രസിലും എറണാകുളം കവിതയുമൊക്കെ ആദ്യ ഷോകൾ വൻ ബുക്കിംഗാണ് ഇതിനകം തന്നെ ലഭിച്ചത്. അതേസമയം റീ റിലീസ് ചിത്രം നേടുന്ന ഓപ്പണിംഗ് എത്രയാണ് അറിയാനുള്ള കാത്തിരിപ്പിലാണ് സിനിമാ ലോകവും.